الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും പാലിക്കണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളിലൂടെ സമയങ്ങളിലൂടെ ഇബാദത്തുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു ഇത് നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് നോമ്പ് നോറ്റവരാണ് നമ്മിൽ മഹാഭൂരിപക്ഷവും. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് നോമ്പിലാണ്. അള്ളാഹു നമ്മുടെയും അവരുടെയും നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹത്തിലും പുണ്യപ്രദേശങ്ങളിലുമായിട്ടുണ്ട്. അള്ളാഹു യാതൊരു പ്രയാസവുമില്ലാതെ അവരുടെ ഹജ്ജ് പൂർത്തീകരിക്കാനും മബ്റൂറായ ഹജ്ജ് ചെയ്ത് സ്വന്തം നാടുകളിലേക്ക് ആരോഗ്യത്തോടെ മടങ്ങിയെത്താനും നാടിനും സമൂഹത്തിനും ഗുണകരമാവുന്ന മാതൃകയായി ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറെ പുണ്യകരമായ ഏറെ അധികം നന്മ നിറഞ്ഞ നിമിഷങ്ങളാണ് ഈ ദിവസം. ദുൽഹജ്ജ് 9, അതും വെള്ളിയാഴ്ച. പുണ്യത്തിന് മേൽ പുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അവന്റെ സ്നേഹത്തെയും ഇഷ്ടത്തെയും മഹത്വങ്ങളെയും കുറിച്ച് ഉദ്ഘോഷിക്കുന്ന
അല്ലാഹു അക്ബർ, അതാണ് ഇന്നിന്റെയും നാളെ പെരുന്നാളിന്റെയും സന്ദേശം. അള്ളാഹുവാണ് അക്ബർ എന്നതാണ് ഈ ദിവസങ്ങളിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ നികല മേഖലകളിലും അള്ളാഹു അക്ബർ ആവണം. വെറും വായ കൊണ്ടുള്ള പറച്ചിലല്ല, മറിച്ച് കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടം മുന്നിൽ നിൽക്കുന്ന, അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള ബഹുമാനം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് മറ്റെല്ലാത്തിനേക്കാളും മുന്നിൽ നിന്നാൽ അള്ളാഹു അക്ബറായി. പലരുടെയും ജീവിതത്തിൽ അള്ളാഹു പലപ്പോഴും അസ്ഗറാകാറുണ്ട്, ചെറുതാകാറുണ്ട്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, പ്രയാസങ്ങൾ കുന്നുകൂടുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, അവിടെയെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തെയും താല്പര്യത്തെയും പലരും മാറ്റിവെച്ച് സൗകര്യപൂർവം അവർ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ആഗ്രഹിക്കുന്ന അതിന്റെ പിന്നാലെ അതിനെ വലുതാക്കി മുന്നോട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഹജ്ജിൽ അള്ളാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞ തൗഹീദാണ്, അള്ളാഹുവിന്റെ ഏകത്വമാണ്, അള്ളാഹുവിന്റെ പരമാധികാരമാണ്, അള്ളാഹുവിന്റെ മഹത്വവും ശക്തിയുമാണ് അള്ളാഹുവിൽ ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ആ വിഷയത്തിൽ ഇന്ന് സമൂഹത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും അത് അവഗണിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ പലരും കൃത്രിമം കാണിക്കുന്ന ആളുകളാണ്. ഇനി ഉൾക്കൊള്ളുന്നവരാകട്ടെ, അവരും ചില ബന്ധങ്ങൾക്കും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയും പിന്നീട് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാപട്യം കാണിക്കുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മനസ്സകങ്ങളിൽ തൗഹീദ്, അള്ളാഹുവിന്റെ ആ ഏകത്വം ഊട്ടിയുറപ്പിക്കേണ്ടുന്ന, ഈമാൻ ഉറപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അള്ളാഹു അക്ബർ എന്ന് ജീവിച്ച് കാണിച്ചു തന്നവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അവിടുന്ന് പറയുകയുണ്ടായി, മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടാകുന്നവോ അവർ ഈമാനിന്റെ രുചി ആസ്വദിച്ചു. അതിലൊന്നാമതായി പറഞ്ഞത് അല്ലാഹുവും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും ഇഷ്ടപ്പെട്ടതായി മാറുക. എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും കൂടുതൽ അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ടതായി മാറുക. അത് ഈമാൻ അനുഭവിച്ചറിയാനുള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായ സംഗതിയാണ്. നിസ്വാർത്ഥമായി അള്ളാഹുവിനെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക, അവിടെ യാതൊരു കാപട്യവും കാണിക്കാതിരിക്കുക, എന്നിട്ട് പറയുക അല്ലാഹു അക്ബർ എന്ന്. സൂറത്ത് ഹജ്ജിന്റെ 11-ാം വചനത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകളുണ്ട്, ചില മനുഷ്യരിൽ ചില ആളുകളുണ്ട്, ഒരു അരികിൽ നിന്നുകൊണ്ട്, ഒരു ഓരത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ ഏറ്റവും അവസാനം എന്നാ പറയാം. ഒരു അരികിൽ, അത് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാവുന്ന, ഇറങ്ങിപ്പോകാൻ കഴിയാവുന്ന ഒരു സ്ഥലം അല്ലെ. ചില ആളുകൾ പള്ളിയിൽ വന്നാലും അങ്ങനെ നോക്കുക. എന്ത് പള്ളിയിൽ എന്താ നോക്കണ്ടത്? ഒന്നാമത്തെ സഫിൽ വലത് ഭാഗം നോക്കണ്ടേ. പക്ഷെ പലർക്കും അതിന്റെ ഗൗരവവും അതിന്റെ മഹത്വം ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ചാരാൻ എവിടെയാ സൗകര്യം? വേഗം എവിടെ ഇരുന്നാലും വേഗം പോകാൻ പറ്റുക. അത് കല്യാണപ്പേരെ പോയാൽ, ഹോളിൽ പോയാൽ നോക്കിയാൽ മതി, വേഗം ചോറിനുള്ള സ്ഥലത്ത് പോയിരുന്നാൽ മതി. അതല്ലാതെ പള്ളിയിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം എനിക്ക് കിട്ടണം എന്നാണ് ആ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവുക വേണ്ട. ചാരാ സൗകര്യം നോക്കുകയല്ല കേട്ടോ. അപ്പോ അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. എന്നാൽ ജീവിതത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അവനെ അടിമപ്പെടുന്ന, അവനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയങ്ങളിൽ
ഒരു ഓരത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയുന്നു അവന്റെ വല്ല നന്മകളും കിട്ടിക്കഴിഞ്ഞാൽ, വല്ല ഗുണങ്ങളും അവനുണ്ടായി കഴിഞ്ഞാൽ അവൻ വളരെ തൃപ്തിപ്പെടും, സംതൃപ്തിപ്പെടും. അവൻ വളരെ സന്തോഷവാനാണ്, വളരെ അല്ലാഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറയും. എന്നാൽ അവന്റെ വല്ല കുഴപ്പങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ മുഖം തിരിച്ചുകൊണ്ട് തിരിഞ്ഞു പോവുകയും ചെയ്യും. അതായത് ദീനുണ്ട്. എങ്ങനെ ദീന്? ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു പ്രയാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ ഉണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എന്തെങ്കിലും കുറച്ച് ബിസിനസ് കുറവോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ വിഷമങ്ങളോ വന്നാൽ പിന്നെ ആ വഴിക്ക് ഉണ്ടാവൂല, പിന്നെ ഒന്നിനുണ്ടാവൂല. പിന്നെ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോകും. അപ്പൊ പിന്നെ നിസ്കാരം പോയി, നോമ്പും പോയി, പള്ളിയും പോയി, പടച്ചോനും പോയി, എല്ലാം പോയി. അങ്ങനെ സുഖം ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിലേക്ക് അടുക്കുകയും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്ന ആളുകളുടെ അള്ളാഹു പറയാണ് അങ്ങനെയുള്ള ആളുകളുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടു, രണ്ടും നശിച്ചുപോയവർക്ക് യഥാർത്ഥമായ നഷ്ടം എന്ന് പറയുന്നത് ആ നഷ്ടമാണ്. അതെ, അവർക്ക് ദുനിയാവില്ല, ആഖിറൂല. ദുനിയാവിന് ഒരു സംതൃപ്തിയും സന്തോഷം ഉണ്ടാവില്ല, അള്ളാഹ് തൃപ്തി ഉണ്ടാവില്ല, പരലോകത്ത് അവർക്ക് യാതൊന്നും ഉണ്ടാവുകയുമില്ല എന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതവസ്ഥയിലും ഒരു തരത്തിലുള്ള നിബന്ധനയുമില്ലാതെ, നിരുപാധികമായ ഒരു ഉപാധികളുമില്ലാതെ അള്ളാഹു ഇബാദത്ത് ചെയ്യണം. ഏതവസ്ഥയിലും അള്ളാഹുമായിട്ട് അകലാൻ പാടില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്നത്. ഈ ദിവസങ്ങളിൽ നമ്മളോട് വിളിച്ചോതുന്നതാണ്. ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുണ്ടായ ഒരു മനുഷ്യനെ കാണാൻ കഴിയില്ല. 12 വയസ്സിൽ പ്രവാചകനായി 100 വയസ്സ് വരെയും പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണമായി കൊണ്ട് നടന്ന് ജീവിച്ച, അള്ളാഹുവിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അകലാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാർഗമാണ് മില്ലത്ത് ഇബ്രാഹിം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ലേ, എല്ലപ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. എപ്പോഴും പ്രാർത്ഥിക്കാമെന്നാൽ സുബ്ഹിക്ക് ശേഷം പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ മീസാനിൽ ഒരുപാട് കനന്തൂന്ന ദിക്റാണത്. ആ ദിക്ർ വെറുതെ ചൊല്ലാനുള്ളതല്ല, അത് ചൊല്ലി മനസ്സിനോട് പറഞ്ഞ് അനുസരിപ്പിക്കാനുള്ളതാണ്. റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ എന്റെ റബ്ബിന് അല്ലാഹുവിനെ ഞാൻ റബ്ബായി, എന്റെ സംരക്ഷകനായി, എന്റെ ഉടമസ്ഥനായി, എന്റെ നിയന്ത്രകനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുമോ? അതിന് പുറമെ എനിക്കൊരു സംരക്ഷകനും വേണ്ട, എനിക്കൊരു ഉടമസ്ഥനും വേണ്ട, എനിക്കൊരു പരിപാലകനും വേണ്ട. എന്റെ റബ്ബുണ്ടെങ്കിൽ എനിക്ക് അവൻ മാത്രം മതി. റളീതു ബില്ലാഹി റബ്ബാ, എന്റെ അല്ലാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്റെ വേഷങ്ങളാവട്ടെ, എന്റെ സ്വഭാവമാവട്ടെ, എന്റെ ഭക്ഷണമോ, എന്റെ ആഘോഷങ്ങളോ, ആചാരങ്ങളോ, എന്റെ ബന്ധങ്ങളോ, എന്റെ വ്യവസായങ്ങളോ, വ്യവഹാരങ്ങളോ, എന്റെ കുടുംബങ്ങളോ, എന്റെ ജീവിതത്തിൽ എന്തുണ്ടോ അത് അള്ളാഹു കൽപ്പിച്ചെന്ന് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒരു യഹൂദ നസാറാകളുടെ ഒരു ചിന്തകളും ഒരു ജീവിത സ്റ്റൈലുകളും ഒരു ജീവിത രീതികളും എനിക്ക് തൃപ്തമല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിൽ എന്താണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ വല്ലാത്തൊരു അർത്ഥമാണ് അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോ അത് സമ്പൂർണ്ണമാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇതൊക്കെ കടമെടുക്കേണ്ട ആവശ്യമില്ല. ആചാരങ്ങളാവട്ടെ, ആഘോഷങ്ങളാകട്ടെ, രീതികളാവട്ടെ, അത് കടമെടുക്കരുത്. ഇസ്ലാമിക ആഘോഷങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും മനസ്സിൽ നിലകൊള്ളണം. അല്ലെ, പെരുന്നാൾ വന്നാലും പെരുന്നാൾ ആഘോഷിക്കുക എങ്ങനെയാണ്? യഹൂദ നസാറാക്കളും മുശ്രിക്കുകളും ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കുന്നു ആളുകൾ. പടക്കം പൊട്ടിച്ചിട്ടും അതുപോലെ പൈസ തൂത്തടിച്ചിട്ടും ഹറാമായ പോലെയുള്ള സംഗതികൾ കാണാനും അതിൽ പങ്കെടുക്കാനും പോയിട്ട് എന്താണോ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് അതേപോലെ അതിനകത്തുനിന്ന് കൂടിയിട്ട് അതുപോലെ
കളിച്ച് രസിച്ച് മതിച്ച് നടക്കുന്ന ആളുകൾ അല്ലെ, അതാ പറഞ്ഞത്. ആളെ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കുമ്പോ അവര് പറയും, ഞങ്ങളും ദുനിയാവിൽ കൂത്തടിച്ച ആളുകളുടെ കൂടെ ഞങ്ങളും ഇങ്ങനെ കൂത്തടിച്ച് നടന്നു അള്ളാഹുവേ, അതാ ഞങ്ങൾക്ക് പറ്റിയ സുഖിച്ച് നടന്ന ആളുകൂടെ ഞങ്ങളും സുഖിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പോകാൻ പാടില്ലാന്നോ സന്തോഷിക്കാൻ പാടില്ല അല്ല, അതിനർത്ഥമില്ല. അതിനൊക്കെ ഒരു ഇസ്ലാമികമായ സംസ്കാരത്തോടു കൂടി പോകണമെന്നാണ്. ഇസ്ലാമികമായ ഒരു രീതിയോടുകൂടി പടച്ചവന് അള്ളാഹു അക്ബറാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആ അള്ളാഹു അക്ബർ പാർക്കിൽ പോയാലും ഉണ്ടാവണം, അത് ടൗണിൽ പോയാലും ഉണ്ടാവണം, എവിടെ ചെന്നാലും അള്ളാഹു അക്ബർ ഉണ്ടാവണം. കടലോരത്ത് പോയാൽ കാണാത്തവനല്ല അള്ളാഹ്, പാർക്കിൽ പോയാൽ കാണാത്തവനല്ല അള്ളാഹ്, എവിടെ ചെന്നാലും കാണുന്ന ഇഹ്സാൻ, അതാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇഹ്സാൻ ഉണ്ടായ എല്ലാം നേരാവും. എന്താണ് ഇഹ്സാൻ? നീ അള്ളാഹുവിനെ വഴിപ്പെടല. എങ്ങനെ? എവിടെ ചെന്നാലും എവിടെയും ഏത് സമയത്ത് ഏത് അവസ്ഥയിലും നീ റബ്ബിനെ കാണുന്നുണ്ട് എന്ന ചിന്തയിൽ. നീ അവനെ കാണുന്നില്ല എങ്കിലും തീർച്ചയായും തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ചിന്തയിലാണ് എല്ലാ ആഘോഷങ്ങളും എല്ലാ ജീവിതവും ഉണ്ടാവേണ്ടത്. അങ്ങനെ ഇഹ്സാൻ ഉണ്ടാവണം. അതാണ് പറയുന്നത്, അതെ. ഇപ്പോ പരിഷ്കരിച്ച് എവിടെ തിരിക്കുന്നറിയോ? മുശ്രിക്കുകളും കാഫിറുകളും ഒക്കെ പോകാത്ത സ്വർഗത്തിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പരിഷ്കരണം എത്തിയിരിക്കുകയാണ്, പുരോഗതി എത്തിയിരിക്കുകയാണ്. അതെ, അള്ളാഹുവിന്റെ റസൂൽ പോകുന്ന സ്വർഗം എനിക്ക് വേണം എന്നല്ല, അബൂജഹല് പോകാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായി തൃപ്തിപ്പെടണം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി തൃപ്തിപ്പെടണം. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീൻ, അതാണ് എനിക്ക് അഭികാമ്യം. അതിനപ്പുറത്തൊരു ജീവിതം എനിക്കില്ല, അതിനപ്പുറത്തൊരു നേതാവ് എനിക്കില്ല, അതിനപ്പുറത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ഹീറോയുമില്ല. ഞാൻ റസൂലുള്ളാഹിയുടെ ഫാനാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്റെ ഏറ്റവും വലിയ ഹീറോ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ദിക്റിന്റെ, അല്ലാഹു അക്ബറിന്റെ സന്ദേശമാണ് ഈ ദിവസങ്ങൾ നമുക്ക് നൽകുന്നത് എന്നാണ്. നോക്കൂ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ ദിവസത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 1.25 ലക്ഷം സ്വഹാബത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ അറഫയിൽ സമ്മേളിച്ച സന്ദർഭത്തിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ചരിത്രത്തിലത് ലോകത്ത് നടന്ന ഏറ്റവും മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടാണ്, ആ സന്ദേശം ഉണർത്തിക്കൊണ്ടാണ് ഈ അറഫയുടെ ദിനവും അതുപോലെ നാളുകളുടെ പെരുന്നാളും വരാൻ പോകുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ത്യാഗോജ്ജലമായ സമർപ്പണത്തിന്റെ ആ ജീവിതം അവസാനിക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും സമ്പത്തുമായ തന്റെ സ്വഹാബത്തിനെ 1.25 ലക്ഷത്തിൽ പരം ആ സ്വഹാബത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഹജ്ജത്തുൽ വിദാ എന്നാണ് ആ പ്രഭാഷണം അറിയപ്പെടുന്നത്. ആ ഹജ്ജും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് അസ്മഉ മിന്നി ഉബയ്യിൻ ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലഅൽഖാകും. എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇന്നേക്ക് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല. ഈ വർഷത്തിന് ശേഷം ഇതുപോലെ ഇവിടെ വെച്ചുകൊണ്ട് അടുത്തൊരു വർഷം നിങ്ങളുമായി സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന്
ഇബാദത്ത് ഹജ്ജ് എന്താണ് എന്ന് നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും പുണ്യങ്ങളും ഒന്നൊഴിയാതെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് യാത്രയായത്. അവസാനത്തെ കർമ്മമായ ഹജ്ജും അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് പഠിക്കണം. ഈ ഹജ്ജിന് ശേഷം ഇനിയൊരു ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയുകയില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്ന സന്ദേശം സ്വഹാബത്തിന് നൽകിക്കൊണ്ട് അവിടുത്തെ സംസാരം തുടങ്ങുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ഉദ്യമത്തിന് വേണ്ടിയാണോ ഇവിടെ വന്നിട്ടുള്ളത് അതിതാ പരിസമാപ്തി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവിടത്തേക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ വരെയുമുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയാക്കാവുന്ന പിൻപറ്റേണ്ടുന്ന ചില സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തീർച്ചയായും മനുഷ്യരെല്ലാവരും ഒരേ സമൂഹമാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ട ആളുകൾക്ക് വിവിധ തരത്തിലുള്ള മണ്ണുകളുള്ളത് പോലെ തന്നെ മനുഷ്യരുടെ നിറവും സ്വഭാവവും അവരുടെ രീതികളും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ആരെക്കാളും മുന്നിലോ പിന്നിലോ അല്ല, നിങ്ങൾ സമന്മാരാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ഉപോത്ബലകമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, വലഖദ് ഖററനാ ബനി ആദം വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹു മിനത് ത്വയ്യിബാത്ത്. തീർച്ചയായും നാം ആദമിന്റെ മക്കളെ മനുഷ്യപുത്രന്മാരെ നാം ആദരിച്ചിരിക്കുന്നു. അവരെ നാം കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നു. ഉന്നതമായ ഉത്തമമായ ഭക്ഷണം നാം അവർക്ക് നൽകുന്നു. നമ്മുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സൃഷ്ടികളായി മനുഷ്യരെ ഞാൻ ആക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പോൾ ലോകത്തിനോട് വിളിച്ചു പറയുകയാണ്, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യരെ വ്യാപീകരിച്ചുകൊണ്ട് അനീതിയും അക്രമവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ലോകത്തോട് പോലും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കുലമഹിമ കൊണ്ടും ഗോത്രമഹിമ കൊണ്ടും കണ്ണടഞ്ഞു പോയിരുന്ന സമൂഹത്തിന്റെ കണ്ണുകൾ തുറപ്പിക്കുന്ന വാക്കുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും ഹറാമുൻ അലൈക്കും, അത് വിശുദ്ധമാകും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അവന്റെ അഭിമാനവും അവന്റെ ജീവനും അവന്റെ സമ്പത്തും എല്ലാവർക്കും പവിത്രമാണ്. കഹുറമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസം എത്രമാത്രം അറഫയുടെ നാളെ എത്രമാത്രം പുണ്യമാണോ അതുപോലെ പുണ്യമാണ്. ഈ ദുൽഹിജ്ജ മാത്രം എത്ര പുണ്യമാണോ അത്രയും പുണ്യമാണ്. ഈ മക്കയെ പോലെ നബിയെ പോലെ മിനിയെ പോലെ ഈ വിശുദ്ധ നഗരത്തെ പോലെ പുണ്യമാണ് മനുഷ്യരുടെ സമ്പത്തും അവരുടെ ജീവനും അവരുടെ അഭിമാനവും എന്ന് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അന്ത്യനാള് വരെ അങ്ങനെ തന്നെയാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരു കാലത്തും അതിന് മാറ്റം വരാൻ പാടില്ല. ഒരാളെയും അപമാനിക്കാൻ പാടില്ല. ഒരാളെയും സമ്പത്ത് അന്യായമായി തട്ടിയെടുക്കാൻ പാടില്ല. അന്യായമായ ഒരു മനുഷ്യരെ കൊല ചെയ്യാൻ പാടില്ല. അത് വിശുദ്ധ കാബയെ ഉടയ്ക്കുന്നത് പോലെ വിശുദ്ധമായ നഗരത്തെ ആക്രമിക്കുന്ന പോലെയാണ് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. നോക്കൂ, അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നേരെ ആയുധം ചൂണ്ടാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, അന്യായമായി ഒരാളെ ഭയപ്പെടുത്താൻ വേണ്ടി അന്യായമായി ആയുധം ചൂണ്ടാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, അതിന്റെ അനുയായികൾക്ക് ഒരിക്കലും വർഗീയവാദിയാകുവാനോ തീവ്രവാദിയാകുവാനോ കഴിയുകയില്ലായോ ഈ അറഫയുടെ നാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഒരുവനാണ്, പടച്ചവനൊരുവനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വാപ്പ ഒന്നാണ്. അതുകൊണ്ട് അറബികളെ നിങ്ങൾക്ക്
അനർബികളായ ആദിവാസികളെക്കാൾ നിങ്ങൾക്ക് യാതൊരു പ്രത്യേകതയും ഇല്ല. അനർബികളായ ആളുകളെ, അറേബ്യൻ നാടിനപ്പുറത്തുള്ള ഇംഗ്ലീഷുകാരെ, ഹിന്ദിക്കാരെ, മറ്റ് ഭാഷക്കാരെ, ദേശക്കാരെ, നിങ്ങൾക്ക് അറബികളെക്കാൾ യാതൊരു പ്രത്യേകതയും ഇല്ല. അത് ചുവന്നവന് കറുത്തവന്റെ മേലിൽ യാതൊരു പ്രത്യേകതയുമില്ല. കറുത്തവന് വെളുത്തവന്റെ മേലിൽ യാതൊരു പെരുമയുമില്ല, പാർക്കവുമില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. നിങ്ങൾ ആരാണോ വിശുദ്ധിയുള്ളവർ, തഖ്വയുള്ളവർ ആരാണോ അവരാണ് അല്ലാഹുവുമായി ഏറ്റവും പ്രത്യേകമായ ആളുകള് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്, വിശ്വ സഹോദരൻ പഠിപ്പിക്കുകയാണ്. ആ സഹോദരൻ എല്ലാ വർഷവും ലോകത്തിന് മുമ്പിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ് ഇന്നലെ കഴിഞ്ഞത് അറഫയിൽ. അതെ, ലോകത്തുള്ള എല്ലാ വർഗക്കാരും, അതിൽ വെളുത്തവനുണ്ട്, ചുവന്നവനുണ്ട്, കറുത്തവനുണ്ട്, ഗോതമ്പിന്റെ വർണ്ണമുള്ളവനുണ്ട്, അതുപോലെ ഇരുനിറമുള്ളവനുണ്ട്, എല്ലാ നിറമുള്ളവനും എല്ലാ മണമുള്ളവനും. ഓരോ മനുഷ്യർക്കും ഓരോ മണമാണ്, ഓരോ നിറമാണ്, ഓരോ രൂപമാണ്, ഓരോ ഭാഷയാണ്. എല്ലാവരും ഒരുമിച്ചുകൂടി അത് ചീർപ്പിന്റെ പല്ലുകളെ പോലെ എല്ലാവരും സമന്മാരായി, അതിൽ വലുതുണ്ടെങ്കിലും ചെറുതുണ്ടെങ്കിലും അതിന് സമമായി കൊണ്ടുള്ള അവസ്ഥയില് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരു വാപ്പയുടെ മക്കളാ, ഒരു ഉമ്മയുടെ മക്കളാ. ഞങ്ങളുടെ എല്ലാവരും രക്ഷിതാവെന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്, അല്ലാഹുവിന്റെ ഇബാദത്തും അവന്റെ സ്വർഗ്ഗവുമാണ് എന്ന് ലോകത്തിന്റെ വിഭാഗതയില്ലാത്ത, വലുപ്പച്ചെറുപ്പമില്ലാത്ത ഒരു മാതൃക അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വർഷവും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ അവിടുന്ന് പിന്നീട് പറയുകയുണ്ടായി, എല്ലാ തിന്മകളും നിങ്ങൾ ഒഴിവാക്കണം. എല്ലാ തിന്മകളും, അറിവില്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങൾ പല തിന്മകളും ചെയ്തിരിക്കാം, എന്നാൽ ഇതാ നിങ്ങൾക്ക് ഇസ്ലാം വന്നിരിക്കുന്നു, അതുകൊണ്ട് ആ തിന്മകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അജ്ഞാന കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ കുടുംബക്കാര് ആ കൊന്നവന്റെ കുടുംബത്തെ എത്ര തലമുറകൾ കഴിഞ്ഞാലും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അവരിവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കും. തലമുറകളോളം നീണ്ടുപോകുന്ന കുടിപ്പക. എന്നാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന അവ്വല ദിമാഇകും അവഉദു ദബിനി റബീഅത ബിൻ ഹാസിൻ അബ്ദുൽ മുത്തലിബ്, തന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ ഉപ്പയുടെ സഹോദരനെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ റബീഅത്ത് എന്ന് പറയുന്ന ആളെ, അത് ബനീ ലൈസി എന്ന് പറയുന്ന കുടുംബക്കാര്, അതിൽ ഹുദൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൊലപാതകം അത് യുഗങ്ങളായിക്കൊണ്ട്, പരമ്പരകളായിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, അതെ, ആദ്യമായിട്ട് ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെയും ആ ബനീലേസിന്റെ കുടുംബത്തിന്റെയും ഇടയിലുള്ള ആ കുടിപ്പക ഞാൻ ഇല്ലാതാക്കുകയാണ്. ഇനി അതിന്റെ പേരിൽ ആരും യുദ്ധം ചെയ്യാൻ പാടില്ല, ആരും ആരെയും ആക്രമിക്കാൻ പാടില്ല. ഒന്നാമതായി തന്റെ കുടുംബത്തിന് പറ്റിയ നഷ്ടം തന്നെ അവർ ഉപേക്ഷിച്ചുകൊണ്ട് മാതൃക കാണിക്കുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, പാവപ്പെട്ടവനെ ഏറ്റവും പാവപ്പെട്ടവനാക്കിക്കൊണ്ടിരിക്കുന്ന പലിശ എന്ന് പറയുന്ന ആ മഹാപാതകം അവിടെ നിന്ന് നിരോധിക്കുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ സമ്പത്തിന്റെ വലിയ ഒരു സംഭവമായി കൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന, അതിന്റെ തലയായി കൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ പലിശയുണ്ടല്ലോ, ആ പലിശ ഞാനിതാ ദുർബലമാക്കിയിരിക്കുന്നു. ഇനി നേടാനും പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അതുകൊണ്ട് ആദ്യമായി ഞാനത് നിർത്തലാക്കുന്നത് എന്റെ പിതൃവ്യനായ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഇനി ആരും കൊടുക്കേണ്ടതില്ല, ഞാനത് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ വരെ പലിശ കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു പണ്ട്. കാരണം ഇസ്ലാമില്ല. ഇസ്ലാം വന്നപ്പോൾ അല്ലാഹു ചൂഷണങ്ങളൊക്കെ നിർത്തി പറയുകയാണ്, എന്റെ പിതൃവ്യനായ അബ്ബാസിന് ആരെങ്കിലും പലിശ കൊടുക്കാനുണ്ടെങ്കിൽ അവരാരും ഇനി കൊടുക്കണ്ട, അത് നിർത്തിയിരിക്കുന്നു. ഇനി ആരും പലിശ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് മാതൃക കാണിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ സാമ്പത്തിക ചൂഷണം അവിടെ ഇല്ലാതാക്കുകയാണ്. ഇന്നും ലോകത്ത് ഏറ്റവും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പലിശയുടെ അവസ്ഥയിലാണ്. നല്ല പുരോഗതിയിൽ പോകുന്ന രാജ്യങ്ങൾക്കിടയിൽ പോയി ഫിത്നയുണ്ടായി, യുദ്ധമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി അവസാനം
അവർക്ക് ജീവിക്കാൻ ഗതിയില്ലാതാക്കി അവന് പണം പലിശയ്ക്ക് കടം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സംവിധാനമാണെന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക സംഘടനകളുടെ പിന്നിലുള്ള ഉദ്ദേശമത എന്റെ പരിധിയിൽ എന്റെ പൈസ വാങ്ങാത്തവൻ ആരും ഉണ്ടാവാൻ പാടില്ല, അവനിൽ നിന്ന് എനിക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കണം എന്നതിന് വേണ്ടിയാണ് ഇന്ന് നടക്കുന്ന സംഘടനകൾ പലരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ഏതൊരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തിനകത്ത് ഐക്യവും ഒരു സ്നേഹവും ഉണ്ടാവണം, പരസ്പരം ഒരു സ്നേഹവും ഐക്യവും ഉണ്ടാവണം. അതില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ എല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. ഫലാ യഹല്ലു ബിഇമാൽ അഖി, സഹോദരനാണെന്ന് പറഞ്ഞ അവന്റെ സമ്പത്ത് പോയി എടുക്കരുത്, അത് നിനക്ക് ഹലാലല്ല. ഇല്ലാ മാ ആതാഹു അൻ തീബി നഫ്സിൻ മിൻഹു, അവൻ സ്വയം മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നാലല്ലാതെ അവന്റെ സമ്പത്തിന് എടുക്കാൻ പാടില്ല. ഫലാ തളിമു അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികളുടെ സഹോദരന്മാരാണ് എന്ന് ഒരു ബന്ധത്തെ അല്ലാഹു റസൂൽ സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരനെ ഒരുപാട് ഹദീസുകൾ ആ രംഗത്ത് കാണാൻ കഴിയും. അവൻ ആക്രമിക്കരുത്, അവന്റെ മേൽ ചാരപ്പണി ചെയ്യരുത്, അവൻ കച്ചവടം ചെയ്തതിന് മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ സഹോദരങ്ങളോട് നിലനിർത്താൻ ആവശ്യമായ അതില്ലാതായി പോകുന്ന കാരണങ്ങളെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമതായി അവിടെ നിന്ന് പറഞ്ഞു, സ്ത്രീകൾ എല്ലാ കാലഘട്ടത്തിലും ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന, അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. എല്ലാ കാലഘട്ടത്തിലും ഇന്നും സ്ത്രീകൾ ഏറ്റവും ചൂഷണം ചെയ്യുന്ന കാലമാണ്. ഒരു ബ്രഷ് വിൽക്കണമെങ്കിലും ഒരു കാർ വിൽക്കണമെങ്കിലും ചെറുത് മുതൽ വലുത് വരെ ഏതൊരു വിൽപ്പന ചരക്ക് വിൽക്കണമെങ്കിലും അതിന്റെ മുമ്പിൽ അർദ്ധനഗ്നകളായ സ്ത്രീകളെ പ്രദർശിപ്പിക്കണമെന്ന ഗതികളിലേക്ക് ഇന്നെത്തിപ്പെട്ടിരിക്കുകയാണ്. അതെ, സ്ത്രീകളെ ശരീരങ്ങളും സൗന്ദര്യവും വിറ്റുകൊണ്ടാണ് ഇന്ന് വസ്തുക്കൾ വിൽപ്പന കച്ചവടം നടത്തുന്നത്. അങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കാൻ പക്ഷെ അത് ആ സാധുക്കൾ അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾ എപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന നിസാഅ ഇൻദകും അവാരിൻ അഖതുമുഹുന്ന ബിഅമാനത്തില്ലാഹി തആല, അല്ലാഹു നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു അമൂല്യമായ നിധിയാണ്, സമ്പത്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ചില ഉടമ്പടികളുടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവരെ നിങ്ങൾക്ക് ലൈംഗികമായ ആ ജീവിതത്തിലേക്ക് നിങ്ങൾ തന്നിരിക്കുന്നു എന്നല്ലാതെ അവർ നിങ്ങളുടെ അടിമകളല്ല, അവർ നിങ്ങളുടെ അടിമകളുടെ വേലക്കാരികളല്ല, അവർ അല്ലാഹുവിന്റെ അടിമകളാണ്. വ്യക്തമായ ഉടമ്പടിയുടെ കരാറിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് അവരെ ഇണകളാക്കി തന്നിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് വലക്കും അലൈഹിൻ ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരുടെ മേൽ ചില അവകാശങ്ങളുണ്ട്. വലഹുന്ന അലൈഹി ഹഖ്ഖുൻ, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ മേലും ചില അവകാശങ്ങളുണ്ട് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുക. ഇത് നമ്മൾക്കിപ്പോ കേൾക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു നിസ്സാര കാര്യം. പക്ഷേ സ്ത്രീകളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത വെറും ഒരു ഉപയോഗ വസ്തുക്കളായി കണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ സുന്നത്ത് കൊണ്ട് പറയുകയാണ്, സ്ത്രീകൾക്ക് നിങ്ങളുടെ മേൽ അവകാശമുണ്ട് എന്ന് പറയുമ്പോ വലിയ ചിന്തകൾക്കും ചർച്ചകൾക്കും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വാക്കുകളാണത്. അല്ലാഹുവിന്റെ പ്രവാചകങ്ങളെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ആക്രമിച്ച തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ആക്രമിച്ച കാര്യമാണ് അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന വിഷയം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലോകത്തിനോട് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മേൽ അവകാശമുണ്ട്, ഭർത്താവിന്റെ സ്വത്തിന് അവകാശമുണ്ട്, പിതാവിന്റെ സ്വത്തിന് അവകാശമുണ്ട്. തീർച്ചയായും സ്ത്രീകൾ പുരുഷന്റെ നേർ പകുതിയാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവസാനമായി കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഓ സഹോദരങ്ങളെ, എന്നെ കുറിച്ച് നിങ്ങളോട് അല്ലാഹു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എല്ലാവരും പറഞ്ഞു, അല്ലാഹു റസൂലേ, അവിടുന്ന് ഞങ്ങൾക്ക് അല്ലാഹു ദീനിനെ എത്തിച്ചു തന്നു, ഞങ്ങൾ അതനുസരിച്ചു എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഇല്ലാത്ത
അന്ത്യനാൾ വരെയുള്ള ഏതെല്ലാം മനുഷ്യ സമൂഹങ്ങളുണ്ടോ അതാണ് ഗൈബ് കൊണ്ട് ഉദ്ദേശിച്ചത്. മുഫസ്സിറുകൾ പറയുന്നു, അവർക്ക് ഈ ദീൻ എത്തിവെക്കൽ നിങ്ങളുടെ കടമയായി ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി നൽകിയ വസിയത്താണ് ഈ ദീൻ അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്. ഈ അറഫയുടെ നാള് നമ്മളോട് പറയുന്ന സന്ദേശവും കൂടി അതാണ്. ഇസ്ലാമിക പ്രബോധനം നമ്മുടെ കടമയാണ്. ആരെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ ദീൻ അറിയാതെ മഹ്ശറയിൽ വന്നാൽ അത് റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാകുന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാർഗം ഇബ്രാഹിം മില്ലത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ്ണ മുത്തഖയായ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്ത് നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തത് ഈ അറഫാ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു നടത്തിയ പ്രഭാഷണത്തിന്റെ ഏതാനും ചില സന്ദേശങ്ങൾ മാത്രമാണ്. അത് പരന്നു കിടക്കിയ ഒരുപാട് ഹദീസുകളിലായിക്കൊണ്ട് നിറയെ. അതെല്ലാം നമ്മൾ ഏത് ഭാഷയിലും ഇപ്പോൾ നമുക്ക് ഹദീസുകൾ ലഭ്യമാണ്. അത് വാങ്ങുകയും വായിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 ഇതുപോലെ ഒരു ദിവസം അറഫയിൽ സമ്മേളിച്ചുകൊണ്ട് പറയുകയുണ്ട, ഇന്നത്തെ ദിവസം അള്ളാഹു അഭിമാനിക്കുന്ന, അള്ളാഹു തന്റെ അടിയാറുകളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന്. കഴിഞ്ഞുപോയ ഈ ദുൽഹജ്ജ് 9 നോമ്പിന് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങള് അള്ളാഹു പുറത്തു തരും എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പവിത്രതയോടുകൂടി നോമ്പ് നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സദഖകൾ വർദ്ധിപ്പിക്കണം ഈ ദിവസങ്ങളിൽ. അതേപോലെ ഉളുഹിയത്തിന് മൃഗങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന ആളുകള് അള്ളാഹുവിനോട് നമ്മൾ പാപങ്ങൾക്ക് വേണ്ടി തൗബ ചെയ്യുകയും നമ്മുടെ അള്ളാഹുമായി നമുക്ക് തടസ്സമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കാനുള്ള നിയ്യത്ത് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണം. അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. നമ്മുടെ ഈദ്ഗാഹ് 7:30 മണിക്കാണ്. അത് ഫാത്തിമ ഗനി മണ്ഡപത്തിലാണ്. എല്ലാവരും വുളൂ ചെയ്ത് മുസല്ലയോടെ വരണം. അതുപോലെ ഈദ്ഗാഹിന് പോകുമ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പോകേണ്ടത്. ഭക്ഷണം കഴിക്കാതെ, അതായത് ഖനമുള്ള ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത്. ഷുഗർ പോലുള്ള രോഗികളായ ആളുകൾക്ക് അവർക്കത് ഇളവുണ്ട്. അല്ലാത്ത ആളുകൾ ഭക്ഷണം കഴിക്കാതെ പോയി തിരിച്ചു വന്ന് ആ ഉളൂഹിയത്തിന്റെ മാംസം ഭക്ഷിക്കലാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന മറ്റൊരു മാർഗത്തിലൂടെ വരിക, അത് ഒക്കെ ആഘോഷത്തിന്റെ ഒരു ഭാഗമാണ്. കുടുംബങ്ങളുമായി സന്ദർശിക്കുകയും അതുപോലെ കുട്ടികളുമായി സന്തോഷിക്കുകയും ചെയ്യണം. വേഗം നിസ്കാരം കഴിഞ്ഞ് വേഗം കട തുറക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്. അന്നും കച്ചവടം ചെയ്യാൻ അത് ശരിയല്ല. ആഘോഷിക്കാൻ അല്ലാഹു റസൂൽ പറഞ്ഞത് ആഘോഷിക്കണം. അതുകൊണ്ട് പെരുന്നാളിന് ചെയ്യണം. പെരുന്നാളിന് നമ്മൾ കുട്ടികളും കുടുംബങ്ങളോട് ഒത്തുകൂടിയിട്ട് ആ ബലിയെറുക്കലും അതുപോലെ തന്നെ ആ ആഘോഷവും സന്തോഷമായി കഴിഞ്ഞുകൊണ്ടും, അല്ലാതെ കൊണ്ട് ദുനിയാവിന്റെ ആർത്തി കൊണ്ട് വേഗം നിസ്കാരം കഴിഞ്ഞ ചില ആൾക്കാർ കാണാം, ഖുതുബയും കൊണ്ട് കേൾക്കാൻ നേരെ വന്ന് കടവർക്കുന്ന സ്വഭാവം. അതൊന്നും സത്യവിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് ആ സൂക്ഷ്മതകളൊക്കെ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഈ നാളുകളിൽ. കാരണം ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് അള്ളാഹുവിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പവിത്രതയോടും കൂടി ഈദ് ആഘോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സന്ദർഭത്തിലും പ്രയാസപ്പെടുന്ന രോഗികളായ ആളുകൾ അല്ലാഹു അവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تشبه حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.